നമസ്കാരം. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം ചേർത്തിട്ടുള്ളൊരു പുളിശ്ശേരിയുടെ റെസിപ്പി നോക്കാം. അതിനായി അത്യാവശ്യം നന്നായി പഴുത്തൊരു മീഡിയം സൈസ് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കുന്നതിനായി കുറച്ച് പുളിയുള്ള 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. നാല് പച്ചമുളക് നെടുകെ പിളർന്നത്, ഇഞ്ചി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, 10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി മീഡിയം തീയിൽ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് അരമുറി തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമൊക്കെ നന്നായി വെന്ത് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി തവി കൊണ്ട് നന്നായി ഇളക്കി വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായി പൊടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് അരപ്പ് നന്നായി തിളച്ച് വെന്ത് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അരപ്പൊക്കെ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള 1/2 ലിറ്റർ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം അല്പം പോലും വെള്ളം പിന്നെ ചേർക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തുടർച്ചയായി ഇളക്കി തിള വരാത്ത രീതിയിൽ ചൂടാക്കി എടുക്കണം.
കറിയൊക്കെ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 3 വറ്റൽമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉണക്കമുളക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു മുളക് പൊടി കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം ചേർത്തിട്ടുള്ള നമ്മുടെ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.